ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. മല്ലു ബിഗ് ബോസിന്റെ ഒരു ഒന്നര പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ്, അതെ, ബിഗ് ബോസ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഔദ്യോഗികമായിട്ട് ഒരു പ്രോമോയും വരാത്തത് കൊണ്ട് തന്നെ അതിന്റെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ, വമ്പൻ പുലികൾ, പുതിയ താരനിരകൾ വരുമ്പോൾ നമ്മൾ ഒന്നാകെ ഞെട്ടാൻ തയ്യാറായിക്കൊള്ളുക. ഓഡിഷൻ കോഡുകളും അതിന്റെ അണിയറയിലെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയാണ്. എന്തായാലും ഏറ്റവും പുതിയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഏകദേശം നമുക്ക് കൺഫേംഡ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലിസ്റ്റിൽ ഒരു 80% കൂടുതൽ ആൾക്കാരെയും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷവും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നമ്മൾ ചെയ്തതാണ്. അതിൽ പറഞ്ഞ പലരും പിന്നീട് ബിഗ് ബോസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതുമാണ്. നമുക്ക് നോക്കാം, നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് പ്രേമിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചാനൽ ഫോളോ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് സിനിമ സീരിയൽ രംഗത്ത് നിന്നും അതുപോലെ തന്നെ അവാർഡ് ഫംഗ്ഷൻ രംഗത്ത് നിന്നും ഇന്റർവ്യൂ ചെയ്യുന്ന പലരെയും ആങ്കർ വിഭാഗത്തിൽ നിന്നും അതുപോലെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ ബിഗ് ബോസിന് വലിയ ഒരു ഭാഗ്യമാണ്. അവരെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവരുമ്പോൾ സിനിമയുടെ റേറ്റിംഗ് കൂടുന്നത് പോലെ തന്നെ ആ ഷോയുടെ റേറ്റിംഗ് എവർ ഹയസ്റ്റ് ആക്കി നിർത്തുക എന്നതാണ് ആ ഒരു ക്രൂ ടീമിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് റിസ്വാനാണ്. ഇവിടെ ഫോട്ടോ ചേർക്കുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് റിസ്വാൻ. കഴിഞ്ഞ 2 ബിഗ് ബോസ് സീസണുകളിലും നമ്മൾ ചേർത്തൊരു പേരാണ്. പക്ഷേ റിസ്വാൻ ഈ സീസണിൽ വരുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാനാകും. അടുത്തൊരു താരം ഹാസ്യരംഗത്ത് നിന്ന് ഇത്തവണ ബിനു അടിമാലി വന്നേക്കാം. അസീസിനും അതുപോലെ തന്നെ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയുടെയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബിനു അടിമാലിക്കാണ് ഒരു കൂടുതൽ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട താരം, സോഷ്യൽ മീഡിയ രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. വളരെ കരുത്തുറ്റ നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വനിതയാണ്. അടുത്തത് മറ്റാരുമല്ല, കനികയാണ്. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന കനികയാണ് മറ്റൊരു താരം. ഈ ആങ്കർ വിഭാഗത്തിൽ നിന്നും ലക്ഷ്മി നക്ഷത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 1.5 കണ്ടസ്റ്റന്റ് ആണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് ശ്രീശാന്ത് ഇതിനു മുമ്പ് വേറെ ചില പരിപാടികളിൽ നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ ഹിന്ദി വെർഷനിൽ പോയിട്ടുണ്ട്. അദ്ദേഹം മലയാളത്തിൽ വരുവാനുള്ള വലിയൊരു സാധ്യത ഇത്തവണ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു താരം സന്തോഷ് പണ്ഡിറ്റിനാണ്. നമ്മുടെ ബിഗ് ബോസിൽ മുമ്പ് സൂര്യ TV ഉണ്ടായിരുന്ന ഒരു മലയാളി ഹൗസിൽ അദ്ദേഹം പോയിട്ടുണ്ട്, 2ാം സ്ഥാനം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അദ്ദേഹത്തെയും കൂടി ബിഗ് ബോസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വമ്പൻ മുന്നേറ്റമായിരിക്കും, ഒരു ട്വിസ്റ്റ് ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട താരം GP ആണ്. അതെ, ഗോവിന്ദ് പത്മസൂരിയാണ്. ഗോവിന്ദ് പത്മസൂര്യ ഇത്തവണ സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹവും ഇത്തവണ ബിഗ് ബോസിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട താരം വാവ സുരേഷാണ്. ഒരു വെറൈറ്റി മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു കഴിവുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാനുള്ള ഒരു സാഹചര്യമായിട്ട് ഈ ഒരു ഷോയെ മാറ്റിയെടുക്കാൻ ചിലപ്പോൾ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സംവിധായകരുൾപ്പെടെ ശ്രമിച്ചേക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട താരം, ഏഷ്യാനെറ്റ് കുടുംബത്തിൽ നിന്ന് തന്നെ ഓരോ വർഷവും ഓരോരുത്തരെ സെലക്ട് ചെയ്യും. ഇത്തവണ ചിപ്പി രഞ്ജിത്ത്. നമുക്കറിയാം സാന്ത്വനം സീരിയൽ ഇപ്പോൾ ഇല്ല, പക്ഷേ ചിപ്പി രഞ്ജിത്ത് വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരണമെങ്കിൽ അത് ബിഗ് ബോസ് അല്ലാതെ മറ്റൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റ്. കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായിട്ട് അപ്ഡേറ്റുകളായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.